നമസ്കാരം. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച് നടന്ന ഒരു വനിതയാണ് ഷമ മുഹമ്മദ്. ഷമ നേരത്തെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നു, മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നു. അതുപോലെ കെ സുധാകരനെ പോയി കണ്ടിരുന്നു. അങ്ങനെ ചില തെരഞ്ഞെടുപ്പ് ട്രിക്കുകളൊക്കെ ഷമ പയറ്റി. പക്ഷേ ക്ഷമയ്ക്ക് സീറ്റ് കൊടുത്തില്ല. ക്ഷമയോടെ കാത്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ട്രോളുകൾ. ഇപ്പോൾ ഇതാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് വനിതകൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് വിലക്കുന്നത് എന്നും വനിതകൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടന്നു വരുന്നതിനെ ലീഗ് എതിർക്കുന്നു. ലീഗ് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ്. എന്നാൽ പോലും ക്ഷമയ്ക്ക് ഗുരുതരമായ പരാതിയാണ് ഉള്ളത്. സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്കും അതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുമൊക്കെ കടന്നു വരുന്നതിനെ അതിശക്തമായി ലീഗ് എതിർക്കുന്നതുകൊണ്ടും ലീഗ് നിർബന്ധിച്ചതുകൊണ്ടുമാണ് തനിക്ക് സീറ്റ് കിട്ടാത്തത് എന്നീ വാദങ്ങളാണ് ഷമ മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഷമയുടെ മാത്രം അഭിപ്രായമാണ്. എന്നാൽ പോലും ഇത് ലീഗിൻ്റെ ഒരുതരം ഒരു അപ്രമാദിത്വം. ലീഗാണ് ശരിക്കും കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഇതിനു മുൻപും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട 80%, ഖജനാവിൻ്റെ 80% കൈയാളുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ്, റവന്യൂ വകുപ്പ് തുടങ്ങിയവയൊക്കെ തന്നെ ലീഗിന് കിട്ടും. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും ചിലപ്പോൾ കിട്ടിയേക്കാം. ആ രീതിയിലാണ് യു ഡി എഫ് സംവിധാനം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ലീഗ് എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല, ഈ SDP-യും PFIയും ഒക്കെ തന്നെ അനുകൂലിക്കുന്ന, ഇവർ തമ്മിൽ ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്. കാസർഗോഡൊക്കെ SDP-യും ലീഗും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ പോലും ഇവർ തമ്മിൽ പ്രായോഗികമായി ഒന്നാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിന് കോൺഗ്രസിൻ്റെ തന്നെ ഒരു വനിത വളരെ ശക്തമായി ഈ ലീഗിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. രാഷ്ട്രീയം പരിശോധിക്കേണ്ടതാണ്. ലീഗിൻ്റെ ആ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ ലീഗ് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക്, ലീഗിന് ഇപ്പോൾ ഏതൊക്കെ സീറ്റുകൾ കൊടുക്കണം എന്നതൊക്കെ തന്നെ ലീഗാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് കൊടുത്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം, ഞങ്ങൾ ഇന്ന സീറ്റ് വെച്ച് മാറുന്നു, ഇന്ന സീറ്റിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, പകരം നിങ്ങൾ നിന്നുള്ളൂ, എന്നാൽ മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ അവിടെ വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലീഗ് നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. കോൺഗ്രസ് അതൊക്കെ യാതൊരു നാണവുമില്ലാതെ, നട്ടല്ലില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് വഴങ്ങിയതുമാണ്. കാരണം സതീശന് ലീഗിനെ, കുഞ്ഞാപ്പയും KPA മജീദിനെയും ഒക്കെ പേടിയാണ്. KPA മജീദ് വലിയ ബുദ്ധിമാനാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ മതം മാറുന്നതിന് തുല്യമാണ് എന്നൊരടി ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം അടിച്ചു. BJPക്ക് വോട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ മതം മാറിയതിന് തുല്യം, അതായത് മതത്തെ കയറി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണെന്ന്. അപ്പം ലീഗ് സ്ത്രീകളെ വളരാൻ അനുവദിക്കില്ല, ഒപ്പം കോൺഗ്രസിലെ സ്ത്രീകളെ മുമ്പോട്ട് വരാൻ അനുവദിക്കില്ല. പ്രത്യേകിച്ചും ഷമ മുഹമ്മദിനെ പോലെയുള്ള വ്യക്തികളെ മുമ്പോട്ട് വരാൻ ലീഗ് അനുവദിക്കില്ല എന്നാണ് അവർ തന്നെ പരാതി പറയുന്നത്. അവർ ഈ പരാതി പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പിന്നെ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. അവരൊരു യുവ നേതാവാണ്. ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ വക്താവായി വരുന്ന വ്യക്തിയാണ്. നമുക്ക് അവരോട് വ്യക്തിവിരോധമൊന്നുമില്ല. പക്ഷേ അവർക്കൊക്കെ ഇതിനു മുൻപും പലപ്പോഴും സീറ്റുകളൊക്കെ തന്നെ അവർ ചോദിച്ചിരുന്നു, ഒന്നും കൊടുത്തില്ല. അവരെ മനഃപൂർവ്വം ഒതുക്കി നിർത്താൻ വേണ്ടി മുസ്ലിം ലീഗാണ് കളിക്കുന്നത് എന്ന ഷമയുടെ അഭിപ്രായം വെറുതെ ഉണ്ടായതല്ല. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അപ്പം ക്ഷമയോടെ കാത്തിരുന്നാലും ക്ഷമയ്ക്ക് സീറ്റ് കിട്ടും, അടുത്ത കാലത്തെങ്കിലും സീറ്റ് കിട്ടും എന്ന് തോന്നുന്നില്ല. ലീഗ് കൂടെയുള്ളിടത്തോളം കാലം കോൺഗ്രസ് ലീഗിൻ്റെ അടിമയായി നിലകൊള്ളുക തന്നെ ചെയ്യും.